നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട മലയാളി വിദ്യാർത്ഥിനിയെ സാവരിയ നേരിട്ടിരുന്നത് അതിക്രൂര മർദ്ദനമെന്നത് റീപോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തം. സാവരിയയുടെ നട്ടെല്ലിന് പൊട്ടലുണ്ടായിരുന്നുവെന്നും ശരീരമാസകലം മർദ്ദനമേറ്റ ചതവുകൾ ഉണ്ടായിരുന്നുവെന്നും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടത്തിയ റീപോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. കാല് മുതൽ തലവരെയുള്ള ചതവുകളെക്കുറിച്ചും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. തലക്കേറ്റ അടിയാണ് മരണകാരണം. വ്യാഴാഴ്ച നാട്ടിലെത്തിച്ച മൃതദേഹം വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് വിശദമായി പരിശോധിച്ചത്. മൃതദേഹത്തിന്റെ 180ഓളം ചിത്രങ്ങളാണ് ശേഖരിച്ചിരിക്കുന്നത്. റീപോസ്റ്റ്മോർട്ടം പൂർണ്ണമായും വീഡിയോയിൽ പകർത്തി. മൃതദേഹം ഉസ്ബെക്കിസ്ഥാനിലെ ആശുപത്രിയിൽ ആദ്യ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു. അതും തലയിൽ ശസ്ത്രക്രിയ നടത്തിയതും നാട്ടിലെത്തിക്കാൻ ആന്തരിക അവയവങ്ങൾ നീക്കി എംബാം ചെയ്തതും റീപോസ്റ്റ്മോർട്ടത്തിലൂടെ വിശദമായ മരണവിവരം കണ്ടെത്താനുള്ള ദൗത്യം സങ്കീർണമാക്കുമെന്നാണ് വിവരം. തലയിൽ പൊട്ടലേറ്റ ഭാഗവും തലച്ചോറിൻ്റെ ഒരു ഭാഗവും ഉസ്ബെക്കിസ്ഥാനിൽ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി മാറ്റിയിരുന്നു. ശരീരത്തിൽ നിരവധി മുറിവുകൾ ഉണ്ടായിരുന്നു. കടിയേറ്റ പാട് വ്യക്തമായി കാണാമായിരുന്നുവെന്നാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ നൽകുന്ന വിവരം. അതേസമയം കൊലപാതകം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം സാവരിയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുമായി സംസാരിച്ച ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷിനാണ് അന്വേഷണ ചുമതല. വിദേശത്ത് നടന്ന കുറ്റകൃത്യമായതിനാൽ പോലീസിന് അവിടെ പോയി അന്വേഷിക്കുന്നതിൽ പരിമിതിയുണ്ട്. അതിനാലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. പ്രതിക്ക് പരമാവധി ശിക്ഷ കിട്ടുന്നതിനാവശ്യമായ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. ഉസ്ബെക്കിസ്ഥാനിലെ മെഡിക്കൽ കോളേജിൽ സഹപാഠിയായ പെരിന്തൽമണ്ണ സ്വദേശി സദറുൽ അമീന്റെ ക്രൂരമർദ്ദനത്തിനിരയായാണ് സാവരിയ ബസന്ത് എന്ന് പറയുന്ന 22 വയസ്സ് മാത്രമുള്ള പെൺകുട്ടി കഴിഞ്ഞ ശനിയാഴ്ച കൊല്ലപ്പെട്ടത്. ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തുകയായിരുന്നു. സാവരിയെ മതം മാറാനായി പ്രതി നിരന്തരം നിർബന്ധിച്ചിരുന്നതായി സഹപാഠികൾ സാവരിയുടെ കുടുംബത്തെ അറിയിച്ചിരുന്നു എന്നാണ് സാവരിയുടെ ബന്ധുക്കൾ ഇവിടെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഹോസ്റ്റലിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ കെട്ടിടത്തിലാണ് താമസിച്ചിരുന്നത്. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലായിരുന്നുവെന്നും ഭക്ഷണം കഴിക്കാൻ പോലും വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നതായും കുടുംബം പറയുന്നു. സാവരിയുടേത് ക്രൂരമായ കൊലപാതകമാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം ശരീരത്തിലുടനീളം മാരകമായിട്ടുള്ള മുറിവുകളാണുള്ളത്. പ്രതി നിരന്തരം മതപരിവർത്തനത്തിന് നിർബന്ധിച്ചിട്ടും സാവരിയ അതിന് വഴങ്ങിയിരുന്നില്ലെന്നാണ് കൂടെയുണ്ടായിരുന്ന സഹപാഠികൾ കുടുംബത്തെ അറിയിച്ചത്. എന്നാൽ കൊലപാതകത്തിലേക്ക് നയിച്ച കൃത്യമായ കാരണം ഇപ്പോഴും വ്യക്തമല്ല. ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് കേസിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാത്തതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്രതിക്ക് നിയമത്തിന്റെ വഴിയിലൂടെ രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒഴിവാക്കാനും കേസ് കൂടുതൽ ശക്തമാക്കാനുമാണ് നാട്ടിൽ റീപോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചതെന്ന് കുടുംബം വ്യക്തമാക്കി. ഈ ദാരുണ സംഭവം നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കാരണം സൗഹൃദങ്ങൾ എപ്പോഴും ഇങ്ങനെ ജീവനെടുക്കുന്ന കൊടും ചതിയായി മാറുന്നത്. സൗഹൃദങ്ങളിലും വേണം ചില അതിർവരമ്പുകൾ. ചിലപ്പോഴൊക്കെ നമ്മൾ സുഹൃത്തുക്കളെ അന്ധമായി വിശ്വസിക്കാറുണ്ട്. എന്നാൽ എത്ര അടുത്ത സൗഹൃദമാണെങ്കിലും അതിലൊരു നിശ്ചിത അകലം, അതായത് ഒരു ഗ്യാപ്പ് പാലിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അമിതമായി ഇടപെടാനും നിയന്ത്രിക്കാനും ആരെയും അനുവദിക്കരുത്. അപകട സൂചനകൾ തിരിച്ചറിയുക. നമ്മെ ഉപദ്രവിക്കുന്ന ദേഹത്ത് കൈവയ്ക്കാൻ തുനിയുന്ന, ഒരു പരിധിക്കപ്പുറം വഴക്ക് പറയുന്ന അല്ലെങ്കിൽ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള സൗഹൃദങ്ങൾ ഒട്ടും ആരോഗ്യകരമല്ല. നോ പറയാൻ പഠിക്കുക. സൗഹൃദത്തിന്റെ പേരിൽ എന്ത് അതിക്രമവും സഹിക്കുന്നത് സ്നേഹമല്ല, മറിച്ച് സ്വയം ക്ഷണിച്ചു വരത്തിലാണ്. വിഷലിപ്തമായ ബന്ധങ്ങളല്ല, അതായത് ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ ടോക്സിക് റിലേഷൻസുകളിൽ നിന്ന് സമയത്തിന് പിന്മാറാൻ നമുക്ക് കഴിയണം. മതം തലയ്ക്ക് പിടിച്ചവരുമായിട്ടുള്ള സൗഹൃദം ഒഴിവാക്കുക. അത്തരക്കാരെ തിരിച്ചറിയുക. അതിന് വീടുകളിൽ മാതാപിതാക്കളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ചേർത്ത് പിടിക്കേണ്ടത് ആരെ? നമ്മുടെ വിജയങ്ങളിൽ സന്തോഷിക്കുകയും നമ്മളെ കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്നവരെ മാത്രം കൂടെ കൂട്ടാവൂ. പ്രതിസന്ധികളിൽ തളർന്നു പോകുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കുന്നവരാകണം യഥാർത്ഥ സുഹൃത്തുക്കൾ. ആളുകളെ കണ്ടറിഞ്ഞ് മാത്രം സൗഹൃദങ്ങൾ സ്ഥാപിക്കുക. കൂട്ടുകാരുടെ എണ്ണത്തിലല്ല, അവരുടെ ഗുണത്തിലാണ്. കാരണം അത്യാപത്തിൽ തുണയാകേണ്ട സൗഹൃദങ്ങൾ ഒടുവിൽ ആപത്തായി മാറുന്ന കാഴ്ചകൾക്ക് മുമ്പിൽ ഇനി നമുക്ക് കണ്ണടയ്ക്കാനാകില്ല. വലിപ്പ ചെറുപ്പമില്ലാതെ ആരെയും പെട്ടെന്ന് വിശ്വസിക്കുന്ന ശീലം മാറ്റിവെച്ച് വിവേചന ബുദ്ധിയോടെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക. ഒരു ചെറിയ പെൺകുട്ടി സ്വപ്നങ്ങളുമായിട്ടാണ് ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറയിലേക്ക് പറന്നത്. പക്ഷേ കുടുംബത്തെ തേടിയെത്തിയത് മകളുടെ മരണവാർത്തയായിരുന്നു. അതും അതിക്രൂരമായിട്ടുള്ള ആ മരണവാർത്ത ഒരു അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഒന്നും സഹിക്കാൻ പറ്റാവുന്നതിലപ്പുറം ആണ് ഈ ഒരു മകളുടെ വാർത്ത. അത്രയേറെ വേദന സഹിച്ചാണ് ഈ ഒരു പെൺകുട്ടി മരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതും ഒരു സഹപാഠിയുടെ കൈകളാൽ തന്നെ അവളുടെ ജീവിതം നിലച്ചു. ഏതായാലും ഈ ഒരു വാർത്ത വന്നപ്പോഴും രണ്ട് തരത്തിലാണ് ഈ ഒരു വാർത്ത പുറലോകം അറിഞ്ഞത്. അതായത് സ്വരവും നിറവും
തീരെ വ്യത്യസ്തമായിരുന്നു. ഉസ്ബെക്കിസ്ഥാനിലെ പത്രങ്ങളിലൂടെ വന്നിട്ടുള്ളത് താഷ്കെൻഡിലെ ഓഫീസുകളിൽ നിന്ന് വന്ന റിപ്പോർട്ടുകൾ ശാന്തമായിരുന്നു. അതായത് ബുഖാറയിൽ 2 ഇന്ത്യൻ വിദ്യാർത്ഥികൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഒരു യുവതിയെ ലാപ്ടോപ്പ് ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ മരിച്ചു. 23-കാരനായ സദറുൽ അനം എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അന്വേഷണം തുടരുന്നു. ഇത്രയേ ഉസ്ബെക്കിസ്ഥാനിലെ വിദേശ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകൾ. എന്നാൽ കേരളത്തിൽ അവിടെ ആ മാധ്യമത്തിൽ ഒന്നും തന്നെ മതം, നിർബന്ധം, ക്രൂരത ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു സാധാരണ ഒരു ക്രൈം സ്റ്റോറി എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പോലെ. പക്ഷേ അതുകൊണ്ട് ഇത് ദേശീയ ശ്രദ്ധയിൽ നിന്നൊക്കെ അകറ്റി. പക്ഷേ കേരളത്തിലെ നമുക്ക് മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വരുമ്പോഴാണ് കൃത്യമായിട്ട് സ്വപ്നങ്ങൾ നിറഞ്ഞ ഒരു യുവതി പല സ്വപ്നങ്ങളുമായിട്ട്, ഒരു ഡോക്ടറാകണം എന്നുള്ള സ്വപ്നങ്ങളുമായിട്ട് കടൽ കടന്നുപോയി. പിന്നീട് കേൾക്കുന്നത് അതിക്രൂരമായിട്ട് അവളുടെ സഹപാഠി അവളെ മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ്. തല മുതൽ കാൽ വരെ പരിക്കുകൾ, മതം മാറാൻ നിർബന്ധിച്ചു, അവൾ വഴങ്ങിയില്ല, അതുകൊണ്ട് അവളെ കൊന്നു. പിന്നെ അവിടെ നാട്ടിലെത്തിയിട്ടുള്ള ഒരു ബന്ധുവായിട്ടുള്ള ജനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതിലൊക്കെ തന്നെ ലവ് ജിഹാദും മതപരിവർത്തന നിർബന്ധം, ക്രൂരമർദ്ദനം എന്നീ വാക്കുകളൊക്കെ തന്നെ നമ്മൾ കേട്ടു. ഏതായാലും 2ാം പോസ്റ്റ്മോർട്ടം വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ മനസ്സിന് വല്ലാതെ തൊട്ട ഒരു മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു മരണം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴും സാവരിയുടെ യഥാർത്ഥ കഥ എന്താണെന്ന് പൂർണ്ണമായും പറയപ്പെട്ടിട്ടില്ല. അന്വേഷണം തുടരുകയാണ്. നീതി ലഭിക്കുമോ എന്ന് കാത്തിരിക്കുകയാണ് മലയാളി സമൂഹം. തീർച്ചയായിട്ടും കുറ്റം ചെയ്തിട്ടുണ്ട്, പ്രതി തന്നെയാണ് എന്നുള്ളതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷ ലഭിക്കണം എന്ന് തന്നെയാണ് മലയാളി സമൂഹവും ആവശ്യപ്പെടുന്നത്.